ഇന്ത്യയിൽ ആയിരക്കണക്കിന് വർഷത്തെ ചികിത്സാ പാരമ്പര്യമാണ് ആയുർവേദത്തിനുള്ളത്. ആയുർവേദത്തിന്റെ പ്രാധാന്യം ഇന്ന് ലോകമെമ്പാടും പ്രചരിക്കുന്നു. 2016 മുതൽ ധന്വന്തരി ജയന്തി ദേശീയ ആയുർവേദ ദിനമായി ആചരിച്ചു വരുന്നു. ഭാരതീയ പുരാണങ്ങളിൽ ധന്വന്തരിയെ ആരോഗ്യത്തിന്റെയും ആയുർവേദത്തിന്റെയും ദേവനായി കണക്കാക്കുന്നു. പാലാഴി മദനത്തിൽ അമൃത കലശവുമായി സമുദ്രത്തിൽ നിന്ന് ഉദിച്ചുയർന്നു വന്ന ധന്വന്തരി മൂർത്തിയെ ആയുർവേദത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. 2016 നവംബർ 28-ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി ആയുർവേദ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഈ ദിനം സംഘടിപ്പിച്ചത് ആയുഷ് മന്ത്രാലയമാണ്. ആദ്യ ആഘോഷം നടന്നത് ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലായിരുന്നു. ഈ ദിനാഘോഷത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ജനങ്ങളെ ആയുർവേദത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക. ആയുർവേദം ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ല, അതൊരു ലൈഫ് സയൻസ് ആണ്. പുതിയ തലമുറയെ പാരമ്പര്യ ചികിത്സാ രീതിയിലേക്ക് ആകർഷിക്കുക. പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം ജനങ്ങളിൽ പടർത്തുക. ഹർ ദിൻ ഹർ ഘർ ആയുർവേദ, എവ്രിഡേ ആയുർവേദ ഇൻ എവ്രി ഹോം എന്ന ആശയം പ്രചരിപ്പിക്കുക. ഓരോ വർഷവും ആയുർവേദ ദിനം ഒരു നിശ്ചിത തീം ആസ്പദമാക്കിയാണ് ആചരിക്കാറുള്ളത്. ഉദാഹരണമായി 2021 ആയുർവേദ ഫോർ പോഷൻ, 2022 ഹർ ദിൻ ഹർ ഘർ ആയുർവേദ, 2023 ആയുർവേദ ഫോർ വൺ ഹെൽത്ത്, 2024 തീം ആയുർവേദ ഇന്നൊവേഷൻ ഫോർ ഗ്ലോബൽ ഹെൽത്ത്. ആയുർവേദ ദിനം ഒരു ദിവസത്തിന്റെ ആഘോഷം മാത്രമല്ല, അത് നമ്മുടെ പ്രകൃതിയോടും ശരീരത്തോടും സമാധാനത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ത്യയിൽ ആയുർവേദത്തിന് നൽകുന്ന പ്രാധാന്യം. ആയുർവേദം അതൊരു ചികിത്സാ രീതി മാത്രമല്ല, അത് നമ്മുടെ ജീവിതശാസ്ത്രം, നമ്മുടെ സംസ്കാരത്തിന്റെ ഹൃദയം തന്നെയാണ്. ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള തുലനം നിലനിർത്താനുള്ള മാർഗമാണ് ആയുർവേദം. 5000 വർഷത്തിലധികം പാരമ്പര്യമുള്ള ശാസ്ത്രമാണ് ആയുർവേദം. അഥർവ വേദത്തിലാണ് ഇതിന്റെ ഉറവിടം. ആയുർ എന്നാൽ ലൈഫ് എന്നും വേദ എന്നാൽ നോളജ് എന്നോ സയൻസ് എന്നോ അർത്ഥം പറയാം. അതായത് ആയുർവേദ എന്നാൽ ദ സയൻസ് ഓഫ് ലൈഫ് ആണ്. ഇതിന്റെ മുഖ്യ ലക്ഷ്യം രോഗം മാറുക മാത്രമല്ല, രോഗം വരാതിരിക്കാൻ മനുഷ്യനെ പരിശീലിപ്പിക്കുക എന്നതാണ്. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാൻ 2014 ഇന്ത്യയിൽ ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചു, ആയുഷ് മിനിസ്ട്രി. ഈ മന്ത്രാലയം ആയുർവേദത്തിന്റെ വിദ്യാഭ്യാസം, ഗവേഷണം, ഔഷധ ഉൽപാദനം, ചികിത്സാ കേന്ദ്രങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ തുടങ്ങിയ കേന്ദ്രങ്ങൾ ആയുർവേദ ഗവേഷണത്തിന് മുന്നണിയിൽ പ്രവർത്തിക്കുന്നു. ഓരോ സംസ്ഥാനത്തും സർക്കാർ ആയുർവേദ കോളേജുകൾ, ആയുഷ് ഹോസ്പിറ്റലുകൾ, വെൽനസ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ 500-ലധികം ആയുർവേദ കോളേജുകളും 25,000-ലധികം പ്രാക്ടീഷണർമാരും ഉണ്ട്. പല മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന ആശയം ഉൾപ്പെടുത്തി ആയുർവേദത്തെയും ആധുനിക മെഡിസിനെയും കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം നടത്തുന്നു. AIIMS, IITs, ICMR, CSIR തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങൾ ആയുർവേദത്തിലെ മരുന്നുകളെയും ചികിത്സകളെയും പറ്റി ശാസ്ത്രീയമായി പഠിക്കുന്നു. ഇന്ത്യയിലെ ആരോഗ്യ ടൂറിസം മേഖലയിൽ ആയുർവേദം വലിയ പങ്കുവഹിക്കുന്നു. കേരളം, കർണാടക, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആയുർവേദിക് വെൽനസ് റിസോർട്ട്, പഞ്ചകർമ്മ സെന്റേഴ്സ് തുടങ്ങിയവ വഴി ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു. പതഞ്ജലി, ഹിമാലയ, ഡാബർ, കേരള ആയുർവേദ ലിമിറ്റഡ് പോലുള്ള ബ്രാൻഡുകൾ ആയുർവേദ ഉൽപ്പന്നങ്ങൾ ലോക മാർക്കറ്റിൽ എത്തിക്കുന്നു. ജീവിതശൈലിയായി ആയുർവേദം. ആയുർവേദം എന്ന് പറയുന്നത് രോഗം വന്നാൽ മരുന്ന് കഴിക്കുക മാത്രമല്ല, രോഗം വരാതിരിക്കാൻ ശരീരത്തോടും പ്രകൃതിയോടും തുല്യതയിൽ ജീവിക്കുക എന്നതും കൂടിയാണ്. ഭക്ഷണം, ഉറക്കം, വ്യായാമം, മനോഭാവം, കാലാവസ്ഥ എല്ലാം നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ആയുർവേദത്തെ നമുക്കൊരു പ്രിവെന്റീവ് ലൈഫ് സ്റ്റൈൽ സിസ്റ്റം ആണെന്ന് പറയാം. ആയുർവേദം ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിനാകെ ഒരു ആരോഗ്യ ദീപ്തിയായി മാറുകയാണ്.
ലോകത്തിലേക്ക് ആയുർവേദം എങ്ങനെ പ്രചരിക്കുന്നു? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ജനിച്ച ആയുർവേദം ഇന്ന് ലോകമെമ്പാടും ഹോളിസ്റ്റിക് ഹീലിംഗ് സിസ്റ്റമായി സ്വീകരിക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ സംസ്കാരവും ശാസ്ത്രവും ചേർന്ന ഈ പാരമ്പര്യം ഇനി ലോകത്തിന്റെ കൂടി ആരോഗ്യ വഴികാട്ടിയായി മാറുകയാണ്. ആയുർവേദം ലോകത്തെത്തിയത് എങ്ങനെയെന്ന് നോക്കാം. ആയുർവേദത്തെക്കുറിച്ചുള്ള അറിവ് വ്യാപാരികളും സന്യാസിമാരും ഗവേഷകരും വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പരന്നിരുന്നു. ഇന്ന് ആ പാരമ്പര്യം ഗ്ലോബൽ മെഡിസിൻ സിസ്റ്റമായി വികസിച്ചിരിക്കുന്നു. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ, ഓസ്ട്രേലിയ, റഷ്യ തുടങ്ങി 120-ലധികം രാജ്യങ്ങളിൽ ആയുർവേദ സെന്ററുകൾ നിലവിലുണ്ട്. നിരവധി വിദേശ സർവകലാശാലകളിൽ ഇന്ന് ആയുർവേദ കോഴ്സസ്, യോഗ ആൻഡ് ആയുർവേദ തെറാപ്പി ഡിപ്ലോമാസ്, വെൽനസ് സ്റ്റഡീസ് തുടങ്ങിയ പ്രോഗ്രാമുകൾ തുടങ്ങിക്കഴിഞ്ഞു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യയുമായി ചേർന്ന് ഗുജറാത്തിലെ ജാംനഗറിൽ ഗ്ലോബൽ സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ സ്ഥാപിച്ചു. ഇതിലൂടെ ലോകമെമ്പാടുമുള്ള ട്രഡീഷണൽ ഹീലിംഗ് രീതികളെ ശാസ്ത്രീയമായി പഠിക്കാനും പ്രചരിപ്പിക്കാനും പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇന്ത്യയും WHO ചേർന്ന് ആയുർവേദത്തെ ഗ്ലോബൽ ഹെൽത്ത് മോഡലാക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും ആയുർവേദിക് സ്പാ, ഡിറ്റോക്സ് സെന്റേഴ്സ്, പഞ്ചകർമ്മ തെറാപ്പി എന്നിവ വളരെ ജനപ്രിയമാണ്. US, യൂറോപ്പ് എന്നിവിടങ്ങളിലെ യോഗ റിട്രീറ്റ്സിലും ആയുർവേദിക് ഡയറ്റ് പ്രോഗ്രാംസിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. ചില ഹോളിവുഡ് സെലിബ്രിറ്റികളും അവരുടെ വെൽനസ് റുട്ടീനിൽ ആയുർവേദ ചികിത്സകളും ഓയിൽ മസാജും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ $1 ബില്യൺ ഗ്ലോബൽ മാർക്കറ്റായി വളർന്നിരിക്കുന്നു. ഹെയർ ഓയിൽ, ഹെർബൽ കോസ്മെറ്റിക്സ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ്, ആയുർവേദിക് സപ്ലിമെന്റ്സ് ഇതെല്ലാം ഇപ്പോൾ ആമസോൺ, വാൾമാർട്ട്, ഫാർമസി ചെയിൻസ് എന്നിവയിലൂടെ വിറ്റഴിക്കപ്പെടുന്നു. കോവിഡ് കാലത്ത് ആയുർവേദ ഔഷധങ്ങൾ, പ്രത്യേകിച്ച് കാട, ചവനപ്രാശം, അശ്വഗന്ധ തുടങ്ങിയവയ്ക്ക് ലോകമെമ്പാടും ആവശ്യകത വർദ്ധിച്ചു. ഇന്ന് ആയിരക്കണക്കിന് വിദേശികൾ കേരളം, ഗോവ, ഋഷികേശ്, ധർമ്മശാല എന്നിവിടങ്ങളിലേക്ക് ആയുർവേദിക് ട്രീറ്റ്മെന്റിനും യോഗ തെറാപ്പിക്കുമായി എത്തുന്നുണ്ട്. 2016 മുതൽ ആയുർവേദ ദിനം ധന്വന്തരി ജയന്തിക്കായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ 2025 മുതൽ 23 സെപ്റ്റംബർ എന്ന ഒരു സ്ഥിരമായ തീയതി ദേശീയ ആയുർവേദ ദിനത്തിനായി പ്രഖ്യാപിച്ചു. 2025 തീം ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നായിരുന്നു. ആയുർവേദം ഇനി വെറും ഇന്ത്യയുടെ പാരമ്പര്യം മാത്രമല്ല, അത് ലോകത്തിന്റെ ആരോഗ്യം, ജീവിതശൈലി, മനസ്സാന്ത്വനം എല്ലാം മാറ്റുന്ന ഒരു ചലനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ആയുർവേദ ഈസ് ഇന്ത്യസ് ഗിഫ്റ്റ് ടു ഹ്യൂമാനിറ്റി. പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ, ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കാൻ ആയുർവേദം നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നു. ആയുർവേദ ഡേയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ മികച്ച വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.